നമസ്കാരം. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോ ഒരാളിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അദ്ദേഹത്തെ പറ്റി പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. സംഗീത സംവിധായകൻ, നടൻ, അതിലുപരി മലയാളികളുടെ കുടുംബ സദസ്സുകളുടെ പ്രിയപ്പെട്ട സംവിധായകൻ, മറ്റാരുമല്ല ശ്രീ രാജസേനൻ. ഇന്ന് തൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ കണ്ട ഒരു മുഖത്തെ ഇന്ന് വീണ്ടും ഓർത്തെടുക്കുന്നു. അനുഭവം നമ്മളോടൊത്ത് പങ്കുവയ്ക്കുന്നു. ശ്രുതിലയമധുരം സുരഭില നിമിഷം ഹൃദയങ്ങളിഴപാകുന്നു, ഇഴകളിൽ ഒരു സ്വരസുധയൂറുന്നു, ഒരു സ്വരസുധയൂറുന്നു. നമ്മുടെ ശീർഷകം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോ ഒരാൾ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്നോ വന്ന് കുറച്ച് നാൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും കാണാതെ എവിടേക്കോ പോയ ഒരാൾ. നമുക്കൊരു പക്ഷേ ഒരു ഡീവിയേഷൻ ഉണ്ടാക്കിയോ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വാധീനം ഉണ്ടാക്കിയോ മനസ്സിലിടം കിട്ടിയ ഒരാളായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മളിങ്ങനെ പങ്കുവെച്ച് ഇപ്പോൾ സാറുമായിട്ട് എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഓർമ്മ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുകയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തികൾ ധാരാളം ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ വ്യക്തികൾ. പക്ഷേ പലരെയും പിൽക്കാലത്ത് നമ്മൾ ആ സൗഹൃദം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യമല്ലല്ലോ ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും കണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കൂട്ടായി, അതെ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അത് വളരെ വിചിത്രമായൊരു കാര്യം പറയാം. വളരെ കുട്ടിക്കാലത്താണ്. ഞങ്ങളെല്ലാവരും അന്ന് ആറ്റിങ്ങിൽ താമസിക്കുന്ന കാലഘട്ടം. ടൗൺ UPS എന്നൊരു സ്കൂളുണ്ട്. വളരെ പ്രശസ്തമായൊരു സ്കൂളാണ്. കാരണം വർഷങ്ങളായിട്ട് ആ സ്കൂളിന് സജീവമായിട്ട് പോകുന്നുണ്ട്. ഇപ്പം പല ഗവൺമെൻറ് സ്കൂളുകളും പൂട്ടി പോകുന്നൊരവസ്ഥയിൽ ആറ്റിങ്ങൽ ടൗൺ UPS ശക്തമായിട്ട് പോകുന്നുണ്ട്. എന്തോ അവിടെ പഠിക്കാൻ കുട്ടികൾക്കൊരു താല്പര്യമാണ്. അങ്ങനെ ടൗൺ UPS ഞാൻ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. 5 വരെയാണ് ആ സ്കൂളിൽ പഠിച്ചത്. ക്ലാസ്സിൽ 40-50 പിള്ളേർ വരെ ഉണ്ട്. അതിൽ കുറേ സുഹൃത്തുക്കളുണ്ട്. സതീഷ്, പ്രസന്നൻ, അങ്ങനെ കുറേ അധികം സുഹൃത്തുക്കളുണ്ട്. 3 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോകുന്നത്. ശരി, അന്നത്തെ കാലം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 6 കിലോമീറ്ററാണ്. വലിയ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. അവിടെ നിന്ന് എങ്ങനെ ഷോർട്ട് കട്ടിൽ കൂടെ പോയാലും 3 കിലോമീറ്റർ ഉണ്ട് സ്കൂളിലെത്താൻ. അപ്പം ചോറ് കൊണ്ടുപോകും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വേറൊരു ഫ്രണ്ട് കഴിക്കും. എനിക്കന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉപ്പുമാവ് ഈ ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടി ചോറ് ഏതെങ്കിലും ഫ്രണ്ടിനെ അടിച്ചേൽപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഏകദേശം അടുത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് മുഖം നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ ടൗൺ UPSൻ്റെ അവിടെ നിന്ന് JTSൻ്റെ അതിലേ ഇറങ്ങി, BTSൻ്റെ അതിലേ ഇറങ്ങി കച്ചേരി നട, ആറ്റിങ്ങൽ ജംഗ്ഷൻ പറയുന്ന കച്ചേരി നടയാണ്. കച്ചേരി നടയിൽ ചെന്നിട്ട് റൈറ്റിൽ തിരിഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഒരു അമ്മങ്കോല് വഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അതിലെ 4 മുക്കിലേക്ക് കയറാൻ വഴിയുണ്ട്. ആ പ്രായത്തിൽ ഈ ടൗൺ കാണാനുള്ളൊരു കൗതുകം കൊണ്ട് ഈ കുട്ടിയുടെ കൂടെ ഞാനും കൂടെ പഴയകാല സൗഹൃദ നിമിഷങ്ങളിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഈ കച്ചേരി നട വന്നിട്ട് ഇങ്ങനെ വലത്തോട്ട് തിരിയുമ്പോൾ മൂക്കിനെ തുളച്ച് കയറുന്നൊരു ഗന്ധം ഒരു ബേക്കറിയിൽ നിന്ന് വരുന്നു. ഇത് ബണ്ണ്, പിന്നെന്തൊക്കെ പഴവർഗ്ഗങ്ങളുടെയൊക്കെ ഒരു മണം. അതും നേരത്തെ പറഞ്ഞാൽ ഈ ഉപ്പുമാവിൻ്റെ കാര്യം പറഞ്ഞല്ലേ, വീട്ടിൽ കിട്ടാത്ത ഒരു മണം. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ പോയപ്പം ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, നല്ല രസമുണ്ട് അത് മണം, എന്തായിരിക്കും അതെന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടി പറഞ്ഞ് അത് ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്ന സാധനം, പിന്നെ ബണ്ണ്, അങ്ങനെയുള്ള കേക്ക്, ഇതിൻ്റെയൊക്കെ സ്മെല്ലാണ് വരുന്നത്. എന്തായാലും ഈ സ്മെല്ലിങ്ങനെ വേട്ടയടിക്കുന്നത്. ഒരു ദിവസം ഈ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കത് വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് വേണമെന്നുണ്ട്, പക്ഷേ കാശ് വേണ്ടേ വാങ്ങി കഴിക്കാൻ. അപ്പോൾ അന്ന് കയ്യിലേക്ക് കാശ് കിട്ടുക എന്ന് പറയുന്നത് പരീക്ഷ ആവുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ അമ്മങ്കോലിൽ ഇടാനായിട്ട്
അരയണ എന്ന് പറഞ്ഞാൽ 3 പൈസ. 3 പൈസ വീട്ടിൽ നിന്ന് തരും. ആ അരയണ കൊണ്ട് അമ്മങ്കോലിൽ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോണത്. ഇതാണ് ആകെ വരുമാനം, അത് പരീക്ഷയുള്ള സമയത്ത്. പെട്ടെന്ന് ഈ കുട്ടി പറഞ്ഞ് അത് ഞാൻ വാങ്ങിത്തരാം, നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുമ്പോൾ, സ്കൂൾ വിട്ട് ഇറങ്ങിയപ്പോൾ മുതലേ നെഞ്ചിടിപ്പ് തുടങ്ങി. കാരണം ഇന്നാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ഇത് കഴിക്കാനുള്ളൊരു താല്പര്യമുണ്ട്, എന്നാൽ എവിടെയോ ഒരു പന്തികേടില്ലേ, വീട്ടിലറിയാതെ പോയി കഴിക്കുന്നില്ലേ എന്നൊരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ ആറ്റിങ്ങൽ ചെന്ന് എന്നെയും പിടിച്ച് ഇമ്പീരിയൽ ബേക്കറി, അന്നവിടെ ഒരു ബേക്കറിയേ ഉള്ളൂ, ഇന്നും ഉണ്ടത്. പക്ഷേ ഇന്ന് ബിൽഡിങ്ങൊക്കെ മാറി വലിയ ബിൽഡിങ്ങൊക്കെ ആയിരുന്നു. ഇമ്പീരിയൽ ബേക്കറിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കയറി. ഈ ഇവൻ തന്നെ ഓർഡർ ചെയ്ത് എന്തൊക്കെയോ ഫ്രൂട്ട് സലാഡ് എന്നൊക്കെ പറഞ്ഞ് വന്നു. ഈ വാക്കൊന്നും നമുക്ക് അന്ന് അറിയത്തില്ല ശരിക്കും. അപ്പം വളരെ കൗതുകകരമായിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു ഐസ്ക്രീമൊക്കെ വെച്ചൊരു സാധനം കൊണ്ടുവന്ന് വെച്ചു. അത് വളരെ രുചിയോടുകൂടി കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിർവൃതി തന്നെയായിരുന്നു. ആ സമയത്ത് തന്നെ പേടിയൊക്കെ മാറി. എന്നിട്ട് ഞങ്ങൾ ഇവൻ തന്നെ പോക്കറ്റിൽ നിന്ന് കാശൊക്കെ എടുത്ത് കൊടുത്തു.